ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അകാല നര വരാതിരിക്കാനും നരച്ച മുടിയെ പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാനും അതുപോലെ തന്നെ തലയിലെ താരൻ, ചൊറിച്ചിൽ എന്നിവയെ ഇല്ലാതാക്കാനും പറ്റിയ നല്ലൊരു മിക്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുണ്ടാക്കാനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള 2 ഐറ്റംസ് മാത്രം മതി. നമ്മുടെ മാജിക് മിക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 സ്പൂൺ ഉലുവ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഹൈ പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള ഒന്നാണ് നമ്മുടെ ഈ ഉലുവ. ഇത് നമുക്ക് ഉള്ളിൽ കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനും തലയിലെ താരനും ചൊറിച്ചിലും മാറാനൊക്കെ നല്ലൊരു മരുന്നായിട്ട് പുറമെ യൂസ് ചെയ്യാനും പറ്റിയ ഒന്നാണ്. മാത്രമല്ല മുടി തഴച്ച് വളരാനും ഉലുവ സഹായിക്കും. അതേ അളവിൽ, അതായത് 2 സ്പൂൺ കടുകും ഞാനിവിടെ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. തലയിലെ താരൻ മാറാനും അതുപോലെ കുരുക്കളോ ചൊറികളോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ തലയിലുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഹീൽ ചെയ്യാനും പറ്റിയ ഒന്നാണ് കടുക്. കടുക് യൂസ് ചെയ്യുന്നതിലൂടെ തലയിലുള്ള പേനിൻ്റെ ശല്യം കൂടി ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. മിക്സ് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മിക്സി ജാറിലേക്ക് കുതിർത്ത് വെച്ചേക്കുന്ന ഉലുവയും കടുകും ഇട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ നമുക്കിത് അരച്ചെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളത്തിൽ മാത്രം അരച്ചെടുക്കാം. ഉലുവയും കടുകും അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ 3-4 പനിക്കൂർക്കയുടെ ഇല കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലർക്ക് തലയിലൊക്കെ എന്തെങ്കിലും പുരട്ടുമ്പോൾ നീരിറക്കവും തലവേദനയൊക്കെ ഉണ്ടാവാറില്ലേ? അത് ഒഴിവാക്കാനായിട്ടാണ് പനിക്കൂർക്കയുടെ ഇലയിട്ട് അരച്ച് ചേർക്കുന്നത്. കടുകും ഉലുവയും പനിക്കൂർക്കയും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1 സ്പൂൺ ചായപ്പൊടിയും 1 സ്പൂൺ നെല്ലിക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. പച്ച നെല്ലിക്ക വാങ്ങിച്ച് കഴുകി ഉണക്കി പൊടിച്ചതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലേഡി സ്റ്റോറിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ആംല പൗഡർ വാങ്ങാൻ കിട്ടും. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിയാൽ മതി. തേയിലപ്പൊടിയും നെല്ലിക്ക പൊടിയും ചേർത്ത് ഏകദേശം 3 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. തേയിലയുടെയും നെല്ലിക്കയുടെയൊക്കെ ആ സത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങി വെള്ളത്തിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഇത് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ആ മിക്സി ജാറിൽ അരച്ച് വെച്ചേക്കുന്ന ഉലുവ കടുക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം ഒരരിപ്പ വെച്ച് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് നമുക്ക് ഈ മിക്സ് തയ്യാറാക്കി എടുക്കേണ്ടത്. അതുകൊണ്ട് ഞാനിതൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് 2-3 ആണികൾ ഇട്ട് കൊടുത്താൽ മതി. തലമുടി സമൃദ്ധമായി വളരുന്നതിനും മുടി നരയ്ക്കാതിരിക്കാനും വളരെ അത്യാവശ്യമായ ഒന്നാണ് അയൺ. അരച്ചെടുത്ത മിക്സ് ഇങ്ങനെ ഈ ഇരുമ്പ് ചട്ടിയിൽ വെക്കുമ്പോൾ ചട്ടിയിലെ അയൺ കണ്ടന്റ് കുറച്ചൊക്കെ നമ്മുടെ മിക്സിലേക്ക് അലിഞ്ഞു ചേരും. ഇരുമ്പ് ചട്ടിക്ക് പകരമായിട്ട് 3-4 ഇരുമ്പിൻ്റെ ആണികൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താലും ഈ ഗുണം തന്നെയാണ് കിട്ടുന്നത്. ചട്ടിയിലേക്ക് മിക്സ് അരിച്ചൊഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അരച്ചെടുത്ത ഉലുവയും കടുകും പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ തേയിലപ്പൊടിയും നെല്ലിക്കപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളമില്ലേ, അതിൻ്റെയൊക്കെ ആ വാട്ടർ കണ്ടൻറ്റ് കുറച്ചൊന്ന് കുറയുന്നത് വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് തുടങ്ങിയപ്പോഴേക്കും തന്നെ നമ്മുടെ മിക്സിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയത് കണ്ടോ? ഇനി ഇത് ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും. ഏകദേശം 3 മിനിറ്റോളം തിളപ്പിച്ചപ്പോഴേക്കും നമ്മുടെ മിക്സിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിതൊരു അടപ്പ് വെച്ചൊന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇത് ഒരു രാത്രി മുഴുവനും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു രാത്രി മുഴുവനും ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഉലുവയുടെയും കടുകിൻ്റെയും തേയിലപ്പൊടിയുടെയും നെല്ലിക്കപ്പൊടിയുടെയും അതുപോലെ തന്നെ നമ്മളെടുത്ത ഇരുമ്പ് ചട്ടിയുടെയൊക്കെ ആ അയൺ കണ്ടൻറ്റും നമ്മുടെ ഈ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടുകയുള്ളൂ. തലേന്ന് വൈകുന്നേരം റെഡിയാക്കി വെച്ച നമ്മുടെ മിക്സ് പിറ്റേന്ന് രാവിലെ ഒന്ന് എടുത്ത് നോക്കിയാലോ? കണ്ടില്ലേ, നമ്മുടെ മിക്സിൻ്റെ കളറൊക്കെ മാറി നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ തലയിൽ കുറച്ച് എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ ഈ മിക്സ് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഏകദേശം അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ചെമ്പരത്തി താളി ഉപയോഗിച്ച് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഹെയർ ഡൈ ആയോ ഹെയർ പാക്ക് ആയോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുമാത്രമല്ല കെമിക്കൽസ് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ട് ആഴ്ചയിൽ 2-3 പ്രാവശ്യം നമുക്കിത് യൂസ് ചെയ്യാം. മുടി നരയ്ക്കുന്നതും അകാല നരയും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ താരൻ, പേൻ, ചൊറിച്ചിൽ എന്നിവയൊക്കെ തീർത്തും ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത്. അതുമാത്രമല്ല ഉപയോഗിച്ചവർക്കെല്ലാം നല്ല റിസൾട്ട് കിട്ടിയ ഒരു മരുന്നാണിത്. നിങ്ങളും ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്
നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വ്യൂവേഴ്സ്.